സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല പുറത്തുനിന്നും വയനാടിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് എത്തുന്നത്. ദുരന്തത്തിന് മുന്നിൽ പകച്ചുനിന്ന വയനാടിന് ഇവരുടെ സേവനം നൽകുന്നത് വലിയ കരുത്താണ്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുഖത്ത് പകച്ചു നിൽക്കുന്ന വയനാടിന് സഹായഹസ്തവുമായി കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളാണ് ഈ നാടിനെ പിടിച്ചുയർത്താൻ കരകയറ്റാനുള്ള ശ്രമങ്ങളുമായി എത്തുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ഈ കർണാടകയിൽ നിന്നുള്ള ഒരു വൈദ്യ സംഘമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം? ഞങ്ങളൊരു 3 ദിവസം മുമ്പാണ് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ സംഘത്തിൻ്റെ പ്രാന്തപ്രചാരകവുമായി സംസാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. 1965 തുടങ്ങിയൊരു ഓർഗനൈസേഷനാണ് രാഷ്ട്രോത്ഥാന പരിഷത്ത്. രാഷ്ട്രോത്ഥാന പരിഷത്തിൻ്റെ ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട്. ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത് ദേശീയ ദുരന്തം ഏതുണ്ടായാലും അവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ക്വിക്ക് റെസ്പോൺസ് ടീമും ഉണ്ട്. ആ ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്ന ദിവസം മുതൽ മെഡിക്കൽ ക്യാമ്പാണ്. പല ഭാഗത്തു നിന്നുള്ള സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളിൽ മെഡിക്കൽ ക്യാമ്പാണ് ഞങ്ങൾ നോക്കി വരുന്നത്. ഇതെല്ലാം ഈ ഡോക്ടേഴ്സ് എല്ലാം ഡോക്ടേഴ്സും നഴ്സിംഗ് സ്റ്റാഫും അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. അവരാണ് ഇവിടെ വന്നത്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇപ്പോഴും പകർച്ചവ്യാധി അടക്കമുള്ള പ്രശ്നങ്ങളായി നിൽക്കുന്നു. അവിടെയൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അല്ലേ? അതെ, വളരെ നല്ല രീതിയിലുള്ള ഏകോപനം നടക്കുന്നുണ്ട്. സേവാഭാരതിയും മറ്റു പല സേവന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുമായി സംയോജിപ്പിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. എല്ലാ തരത്തിലും വയനാടിനെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്നവരൊക്കെ തന്നെ ഓരോ നിമിഷവും ഈ വയനാട്ടിലേക്ക് എത്തുകയാണ്. അതിജീവനം എന്നുള്ള ഒരു വലിയ ആശയവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്.